ഔട്ടിംഗ് വ്ലോഗ് ആയാലും നമ്മൾ വെട്ടുകാട് ചർച്ചിലോട്ട് പോകാം കേട്ടോ. കുഞ്ഞാവെ നേരത്തെ ഒരുക്കി ആൾക്ക് നല്ല ഉറക്കം വന്നോട് നല്ല ഉറക്കി കിടത്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുഞ്ഞാവയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ബാഗിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ് കേട്ടോ, കാറിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞാവിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെട്ടുകാട് ചർച്ചിലെത്തിയായിരുന്നു. ഇതാണ് വെട്ടുകാട് ചർച്ച് കേട്ടോ. ഇവിടെ എല്ലാവരും, എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ടും വെള്ളിയാഴ്ചയാണ് ആരാധന നടക്കാറുള്ളത്. വെള്ളിയാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ മെഴുകുതിരി മേടിച്ചിട്ട് മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കണ്ടില്ല, ഒരുപാട് പേര് മെഴുകുതിരി കത്തിച്ച് നല്ല രീതിയിൽ തീ ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പാകത്തിൻ്റെ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ അവിടെ അതുപോലെ നല്ല ആളുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതിന് ശേഷം ഞാൻ ചർച്ചിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ മാസത്തിൽ ഒരു തവണയല്ല, 1-2 തവണയൊക്കെ ഞാൻ വെട്ടുകാട് ചർച്ചിൽ വരാറുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ആശ്വാസമാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിനായിട്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചത് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ. അവിടെയൊക്കെ പർച്ചേസിങ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെയൊക്കെ തുറക്കുന്നത് കേട്ടോ. ഇതാണ് മെയിൻ ചിക്കൻ പക്കാഴ, മെയിൻ ഐറ്റം ആണ് കേട്ടോ. എല്ലാ ദിവസവും കാണും, നല്ല ടേസ്റ്റാണ് ഫുഡ് ഐറ്റം. പിന്നെ കുഞ്ഞാവയ്ക്ക് ഒരു ലൈറ്റുള്ളൊരു കളിപ്പാട്ടം കൂടി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.